ഇതൊക്കെയാണ് മക്കളെ കൊതിപ്പിക്കുന്ന ഐറ്റം എന്നൊക്കെ പറഞ്ഞത്. ഹായ്, വില്ലേജ് സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നല്ല അടിപൊളി ഒരു കോമ്പിനേഷനുള്ള ഐറ്റമാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. എന്താണെന്നറിയോ, ബീഫ് കഴിക്കുന്നവർക്കുള്ള ഒരു ഐറ്റം തന്നെയാണ്. നല്ല ടേസ്റ്റോട് കൂടി ബീഫും കൂർക്കയും കൂടെ വരട്ടിയത് എങ്ങനെയുണ്ട്? നല്ല അടിപൊളി ഒരു കോമ്പിനേഷൻ അല്ലേ? അപ്പോൾ സമയം കളയാതെ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതൊരു 600 ഗ്രാം അളവിലുള്ള ബീഫാണ്. എല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. സമയം കളയാതെ എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. സാധാരണ നമ്മൾക്ക് ബീഫൊക്കെ വെക്കുന്നത് കുക്കറിനകത്ത് തന്നെ, കാര്യം പെട്ടെന്ന് വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അടുപ്പ് കത്തിച്ച ശേഷം ഇതേപോലെ ചെറിയൊരു കുക്കർ, കാര്യം 600 ഗ്രാം അല്ല, അതനുസരിച്ചുള്ള കുക്കർ മതി. കുക്കർ ഒന്ന് ചൂടാൻ ശേഷം ഒരല്പം വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. അത് ചൂടാൻ ശേഷം ഒരു കഷ്ണം കറുവാപ്പട്ട, 3 ഗ്രാമ്പു, 3 ഏലക്ക, ഒരു ബേ ലീഫ് ഇതുണ്ടെങ്കിൽ ചേർക്കുക. ഉള്ളതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഇത് അങ്ങോട്ട് കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. ഈ ബേ ലീഫ് അതൊന്ന് മുറിച്ച് ഈ മസാല ഒന്ന് മൂത്തതിന് ശേഷം നമ്മൾ വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ബീഫ് ഒന്നുകൂടി ആ കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുക. ചെറിയ തീയെ പാടുള്ളൂ, ചെറിയ തീയിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഇതൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് ഒന്ന് ഇളക്കിയതിന് ശേഷം 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി അതുകൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇനി ഈ ബീഫിന് ആവശ്യമുള്ള ഉപ്പ് പൊടി കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്കൊരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഞാനിത് പല പ്രാവശ്യം പറഞ്ഞാണ്. ഈ കുക്കറിൻ്റെ ഈ അടപ്പിൻ്റെ അകത്തോട്ട് ഒരല്പം എണ്ണ തൂത്തതിന് ശേഷം ഇങ്ങനെ അങ്ങോട്ട് അടച്ചു വെക്കുക. എന്നാ അറിയോ, ഇത് ഇത്തിരി എണ്ണ തൂത്തിട്ട് ഇത് അടച്ച് കഴിയുമ്പോഴത്തേക്കും സാധാരണ നമുക്കറിയാമല്ലോ, പ്രഷർ വരുമ്പോഴത്തേക്ക് ഈ സൈഡിലെല്ലാം തെറിക്കും. അതുണ്ടാവാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ എണ്ണ വെക്കുന്നത്. ഇനി തീ ഒന്ന് കൂട്ടി വെക്കണം. ഈ ബീഫ് ഒന്ന് വേകണം. ഒരു 7 വിസിലെങ്കിലും ഒന്ന് അടിക്കണം. ഏഴ് വിസിലടിച്ചിട്ടുണ്ട്. ഞാനിത് നിർത്തിയിട്ട് ഈ കുക്കർ താഴോട്ട് അങ്ങ് വെക്കുകയാണ്. അപ്പം ഞാൻ ആ എണ്ണ തേച്ചുകൊണ്ടാണ് ഇതിൻ്റെ പുറവശമൊക്കെ ഇരിക്കുന്നുണ്ട്, വൃത്തിയായിരിക്കുന്നുണ്ട്. ഇത് അങ്ങോട്ട് താഴോട്ട് വെക്കും. അവിടെ ഇരിക്കട്ടെ. ഇതിൻ്റെ പ്രഷറൊക്കെ ഒന്ന് മാറട്ടെ. ഇനി നമുക്ക് ഇതേപോലൊരു കടായി അങ്ങോട്ട് വെക്കാം. ഇനി ബീഫ് വരട്ടിയെടുക്കാം. ബീഫും കൂർക്കയും കൂടെ കടായി ഒന്ന് ചൂടായതിന് ശേഷം അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിന് ശേഷം ഒരു 5-8 വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളിയാണ്, അതിങ്ങനെ ചെറുതായിട്ടൊന്ന് മുറിച്ച് വെച്ചിരിക്കുന്നത്. ഒരു കഷ്ണം ഇഞ്ചി, വലിയൊരു പച്ചമുളക്, ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് കൊടുക്കും. ഒന്ന് ഇളക്കി കൊടുത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് മൂക്കട്ടെ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വരുന്നുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമുക്കൊരു 2 സവാള ഇതേപോലെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ആ 2 സവാളയും കൂടെ, വലിയ 2 സവാളയായിരുന്നു കേട്ടോ, ഒരു ഇട്ടൊന്ന് ഇളക്കി നമുക്ക് ഈ സവാള ചെറുതായിട്ടൊന്ന് കളർ മാറും. അതായത് ചെറിയൊരു ബ്രൗൺ നിറമാണ്. അപ്പം നമ്മുടെ സവാളയുടെ കളറൊക്കെ ഇങ്ങനെ മാറി വരുന്നുണ്ട്. ചെറുതായിട്ട് ഒരു ചുമല കളറായി. ഇനി ഈ സമയത്ത് 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ അതിൻ്റെ കൊടുത്തിട്ട് കൊടുക്കുക. എന്നിട്ട് ഇളക്കി ഇനി നമുക്ക് നേരത്തെ ചേർത്ത പോലെ തന്നെ കുറച്ച് പൊടികളൊക്കെ ചേർക്കാനുണ്ട്. തീ ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്ക് ആ പൊടികളൊക്കെ ചേർക്കാം. നമുക്ക് 1/2 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. കാര്യം നേരത്തെ നമ്മൾ ബീഫിന് ചേർത്ത് അതുകൂടെ കൂട്ടിയാണ് ഇതിപ്പോൾ നമ്മൾ പൊടികളൊക്കെ ചേർക്കുന്നത്. 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ മസാലപ്പൊടി, ഗരം മസാലപ്പൊടി ചേർക്കാവുന്നതാണ്. ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. കാരണം ഇതേപോലുള്ള കറികളൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഒരല്പം എരിവ് വേണം. പ്രത്യേകിച്ച് കുരുമുളക് പൊടിയുടെ ആകുമ്പോൾ കുറച്ചുകൂടി നല്ല ടേസ്റ്റായിരിക്കും. അതുകൊണ്ട് ഞാൻ അതിനാവശ്യമുള്ള കുരുമുളക് പൊടി ഒരു 1/4 ടീസ്പൂൺ ഇട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഈ പൊടികളെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഇതിൻ്റെ പച്ചച്ചുവയൊന്ന് മാറണം. അത് ഈ കടായി നല്ല ചൂടാണ്.
ചെറിയ തീ തന്നെ വേണം നമുക്കിത് പൊടികളൊക്കെ കൂട്ടിയൊന്ന് ഇളക്കി കൊടുത്തതിൻ്റെ പച്ചച്ചുവ മാറാം. ഇത് നമുക്ക് ഒരു തക്കാളി പഴുത്ത് നോക്കി വലിയൊരു തക്കാളിയും കൂടെ എൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുക. അതിന് ശേഷം ഇളക്കി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ കൂർക്ക നേരത്തെ ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു അരക്കിലോ കൂർക്കയാണ്. എല്ലാം ചിരണ്ടി വൃത്തിയാക്കിയതിന് ശേഷം ഒന്ന് വേവിച്ച് വെച്ചിരുന്നതാണ്. ആ കൂർക്കയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഒരുപാട് വെന്തമുണ്ട്, ഒരു മീഡിയം രീതി വെന്താൽ മാത്രം മതി. ഇനി ഇത് ഒന്ന് നല്ലപോലെ എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ച് ഇളക്കിയെടുക്കുക. ഇത് നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ, ബീഫ് കിടാവാൻ. വരട്ടിയെടുക്കുകയാണ് നമ്മൾ ചെയ്യുന്ന, ചാറ് കറിയായിട്ടല്ല കേട്ടോ. ഇനി നമുക്ക് ഈ ബീഫിൻ്റെ പ്രഷറൊക്കെ പോകാൻ തോന്നുന്നു, തുറന്ന് നോക്കാം. ഇറച്ചിയൊക്കെ വെന്തോന്ന് നോക്കണം, ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. ആ വെള്ളവും എല്ലാം കൊണ്ട് അതെല്ലാം കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇത് ഈ കുറുക്കിക്കകത്ത് കിടന്ന് ഒന്നുകൂടെ ഒന്ന് റെഡി ആവണം. ഇനി ഇതിൻ്റെ അകത്ത് കിടന്നാണ് കൂർക്കയും ബീഫും കൂടെ നല്ലപോലെ ഒന്ന് വരട്ടിയെടുക്കുന്നത്. നമുക്ക് ഇതൊന്ന് മൂടി വെക്കാം. ഒരല്പസമയം ഒന്ന് ഇരിക്കട്ടെ, ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിലൊന്ന് ഇരിക്കട്ടെ. അപ്പം ഏതായാലും ഒരു 3 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ, ചെറിയ തീയിലിരിക്കുകയായിരുന്നു. കാര്യം കൂർക്കയും ബീഫും ഒക്കെ ഒന്ന് വരട്ടിയെടുക്കണ്ടേ, അത്ര സമയം എടുക്കും. പെട്ടെന്നൊന്നും തട്ടിക്കൂട്ടി എടുക്കാൻ പറ്റില്ല. നല്ല ടേസ്റ്റോടെ ചെയ്യണമെങ്കിൽ ഒരല്പസമയം എടുത്തതിന് ശേഷം മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്ക് ആ 3 മിനിറ്റ് കഴിഞ്ഞ ശേഷം തുറന്ന് നോക്കാം. നമുക്കൊന്ന് ഇളകി കൊടുക്കാം. ഇതൊക്കെയാണ് മക്കളെ കൊഴുപ്പിക്കുന്ന ഐറ്റം എന്നൊക്കെ പറഞ്ഞു. കൂർക്കയും ബീഫും കൂടെ നമ്മൾ അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റമാണ് ഇത്. ഈ ബീഫ് കഴിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. നല്ല അടിപൊളി ഒരു ഐറ്റമാണ് അത്. കാരണം ഇത് കാണുമ്പോൾ തന്നെ കൊതി വരും. ബീഫും കൂർക്കയും കൂടെ വരട്ടിയത്. ആവശ്യത്തിലുള്ള പൊറോട്ടായി ഇവനും കൊണ്ടുണ്ടെങ്കിൽ ന്യായമായിട്ട് പീഡിപ്പിക്കും, ഉറപ്പാണ്. ബീഫും കൂർക്കയും കൂടെ വരട്ടിയത് നല്ല അടിപൊളിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബീഫ് കഴിക്കുന്നവർക്ക് ഇത് ഇഷ്ടപ്പെടും എന്നുള്ള 100% ഉറപ്പാണ്. 2-3 പൊറോട്ടയൊക്കെ ഉണ്ടെങ്കിലുണ്ടല്ലോ ഇവരെ അങ്ങോട്ട് പീഡിപ്പിക്കണം, ഇഷ്ടംപോലെ കഴിക്കും. ഇതൊരു അല്പം എടുത്ത് കഴിച്ചു നോക്കിയിട്ട് ഇതിന് എരിവ് വേണമെങ്കിൽ ഉപ്പോ വില കുറവുണ്ടെങ്കിൽ അല്പം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിപ്പോൾ കറക്റ്റ് പാകത്തിനുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിലൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഇനി നമുക്ക് ഇതങ്ങ് നിർത്താം. അപ്പം നമ്മുടെ ബീഫും കൂർക്കയും വരട്ടിയത് നല്ല ക്ലിയറായിട്ട് നല്ല അടിപൊളിയായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. ഇതെടുത്ത് അങ്ങോട്ട് താത്തുണ്ട്. ബീഫും കൂർക്ക വരട്ടിയതും എങ്ങനെയുണ്ട്? നല്ല അടിപൊളി ഒരു കോമ്പിനേഷനല്ലേ? ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ നല്ല അടിപൊളി ഒരു കോമ്പിനേഷനാണ്. തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. നല്ല രുചികരമെന്ന് പറഞ്ഞാൽ ഒന്നും സംശയിക്കണ്ട, തീർച്ചയായിട്ടും ഉണ്ടാക്കിക്കൂ. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ. 2-3 പൊറോട്ട അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട് അതിൻ്റെ കൂടെ പിടിപ്പിക്കാൻ ബെസ്റ്റാണ്. എല്ലാവരും ഇത് ചുമ്മാ അതിന് പറക്കത്തില്ല. നല്ല രുചികരമായ ഒരു ഐറ്റം തന്നെ കേട്ടോ. ഇത് ചെയ്ത് നോക്കാം എല്ലാവരും.
ഇനി ഒരു കാര്യം കൂടെ, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വേറെ വീഡിയോ ആയിട്ട് പെട്ടെന്ന് വരാം. ബൈ.